ഇത് കണ്ടോ തന്നെ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പൊ ഗൈസ് നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടിട്ട്. എന്താണല്ലേ ഇതാണ് സംഭവം. ഒരു പള്ളിയത്. ഇതാണ് നമ്മുടെ നോർത്ത് പറവിൽ വരുന്ന വിശുദ്ധ തോമസ് ലീഹ സ്ഥാപിച്ച സെന്റ് തോമസ് കൊടക്കാവ് ഫെറോണ പള്ളി. ഇത് AD 52 തോമസ് ലീഹ സ്ഥാപിച്ചൊരു ദേവാലയമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. കമോൺ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഉള്ളിലേക്ക് ഇടാം. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മതിലുണ്ടോ, ഇത് അന്ന് വെച്ച മതിലാണ്. അതെ, അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതാ റിമൈനിങ് കോമനന്റ് ഓഫ് വാൾ സ്റ്റാർട്സ്. AD 52 അല്ലേ? അതെ, ഇത് AD 52 തോമസ് ലീഹ നിർമ്മിച്ചൊരു മതിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ പള്ളി വരുന്നത്. ഇതാണ് ആ പള്ളി വന്നത്. അതിന് തൊട്ടപ്പുറത്ത് പുതിയ പള്ളിയുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ പഴയ പള്ളി. ഇത് പഴയ പള്ളി എന്ന് പറയുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പഴയ പള്ളിയിലും കുറച്ച് വ്യത്യസ്തമൊക്കെ പെടുത്തി പുതുതായിട്ട് രൂപീകരിച്ചെടുത്തിരിക്കുന്നു അല്ലേ? അതെ. നമ്മളിവിടെ തന്നെ നോക്കുമ്പോഴത്തേക്കും എന്തേ തോമസ് ലീഹ മാമോദിസ നൽകിയ കുളമുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എന്തായാലും ഫസ്റ്റ് അങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആ കുളം കാണുമ്പോൾ തന്നെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിലൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും കണ്ടോ തോമസ് ലീഹ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിവിടെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ടല്ലേ? അതെ, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് പെട്ടെന്ന് മനസ്സിലായി. അതെ. ഈ പാറ ഒറിജിനലാണോ? തൊട്ട് നോക്കിയാൽ പോലെ ഒറിജിനലാണ്. പായൽ പിടിച്ചിരിക്കുന്നതാണ്. അതെ, ഒറിജിനലാണ്. പായൽ പിടിച്ചിട്ട് ഒറിജിനലാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് പോക്ക് ഉണ്ട് അവിടെ. പക്ഷെ അവിടെ ലോക്കാണ്. അതെ, നമ്മൾ വന്നിരിക്കുന്ന ഞായറാഴ്ച അല്ലേ? ചിലപ്പോൾ അതായിരിക്കും ലോക്ക് അയക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കയറിയിട്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ടല്ലേ? വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ മരമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആ മരം ചെയ്ത് വെച്ചേക്കണം. ഇത് കണ്ടോ തന്നെ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ സംഭവം ഒന്നും അറിയത്തില്ല. ഇത് ഒറിജിനൽ ഗുഹയല്ല കേട്ടോ. ഒറിജിനലല്ല. എനിക്കൊന്ന് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് തോമസ് ലീഹ ആദ്യം വന്ന് താമസിച്ച പോലത്തെ സെറ്റപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയത്തില്ല. കേട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. ജസ്റ്റ് കേട്ടുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര കഷ്ടപ്പെട്ട് വന്നത്. അതെ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? അപ്പോൾ അറിയത്തില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യാൻ വന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയുന്നില്ല വല്ല പകപ്പഴകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, ഈ വഴി പോയാലും ശരിയാണ്. എന്തൊക്കെ ഉണ്ട് ഇവിടെ. അത് തന്നെ തോമസ് ലീഹ ഒളിച്ച് താമസിച്ച സ്ഥലം പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇവിടെ. അല്ല, ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ മ്യൂസിയം. കാണിച്ചു തരാം. നമുക്ക് ഈ വഴി പോയാലും മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷേ ലോക്കാണ്. എനിക്കത് അത് വർക്കിംഗ് ഡേയ്സിൽ ഉള്ളതായിരിക്കും അല്ലേ സംഭവം. സൺഡേ ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. സംതിങ്. പക്ഷെ എനിക്കത് ക്ലോസ്ഡ് ആണ് കേട്ടോ. ആൾക്കാരെ കയറ്റുന്നത് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. അതെ, സംതിങ്. അകത്തേക്ക് എന്തോ പറയുന്നുണ്ട്. കണ്ടോ, അകത്തേക്ക് എന്തോ സംതിങ് ഉണ്ട്. നമുക്കിവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ. അല്ലേ? ആന മതിലോ ഇവിടെ? അതെന്താണ് ആന മതിൽ? ശരിയാണല്ലോ. എന്താണാവോ? പിന്നെ നമുക്ക് 2 പള്ളി വരുന്നുണ്ട്. ഇത് പഴയ പള്ളിയാണ്. ഇതാണ് തോമസ് ലീഹ സ്ഥാപിച്ച പള്ളി. ഇതിൻ്റെ തന്നെ പുതിയൊരു വെർഷൻ പള്ളി അപ്പുറത്ത് വന്നിട്ടുണ്ട്. അത് ഇച്ചിരി വലിയ പള്ളിയാണ്. പഴയ പള്ളിയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1790 ഉണ്ടോ? 1790 ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. സംഭവം കൊള്ളാല്ലേ? ഇത് 4ാമതായി പണി കഴിപ്പിച്ച കോട്ടക്കാവിലെ പഴയ പള്ളിയുടെ ചരിത്രം. 4ാമതായിട്ട് ചാരിത്രം അല്ല അപ്പൊ കൂട്ട ചരിത്രം. എവിടെ പോണേ? സംഭവം പാറയൊക്കെയാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇതാക്കിയതാന്ന് തോന്നുന്നു കേട്ടോ. പാറയുടെ ഫിനിഷ് ചെയ്ത് ടൈൽ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ശരിയാ, സിമെന്റ്.
പണ്ട് സിമെൻ്റ് ഇല്ലല്ലോ. ശരിയാ. ഇപ്പം ആ പള്ളി ഉണ്ടോ അകത്ത് നല്ല എല്ലാം പുതുക്കി ടൈലൊക്കെ ഇട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പഴയ പള്ളിയല്ല, എല്ലാം നല്ല വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് മുമ്പിലേക്ക് വരുമ്പോൾ പുതിയ പള്ളി കാണാൻ പറ്റും. അതായത് പുതിയ പള്ളിയും പഴയ പള്ളിയും ജോയിൻ്റ് ആണ്, പക്ഷേ ഒരു വേർതിരിവുണ്ട്. ഇത് അടിപൊളിയാണ്ടോ? അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി. ഇത് പുതിയ പള്ളിയാണ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളുള്ളത്. ഇത് കുറച്ച് വലിയ പള്ളിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു കുർബാന നടക്കുന്നുണ്ട് അതിനകത്ത്. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് മലയാളത്തേക്ക് സൈലൻ്റ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം. അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ചരിത്രപരമായ സംഭവങ്ങൾ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ അപ്പോൾ ഞങ്ങൾ പറ്റുന്നതാണെങ്കിൽ പോയി എടുത്തിരിക്കും. അതെ ഗൈസ്, ബൈ ബൈ. നെക്സ്റ്റ് കാണാം.